ഫ്യൂഷൻ ആപ്ലിക്കേഷനുകളിൽ ഇന്ധനം ഹീലിയം വേർതിരിക്കാനായി വികസിപ്പിച്ചെടുത്ത വലിയ തോതിലുള്ള ക്രയോപമ്പ്. ചൈനീസ് അക്കാദമി ഓഫ് സയൻസിലെ ഹെഫൈ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഫിസിക്കൽ സയൻസിലെ ഒരു ഗവേഷണ സംഘം ഹീലിയം ചാരത്തിൽ നിന്ന് ഇന്ധനകണങ്ങളെ വേർതിരിക്കാൻ കഴിവുള്ള ഒരു പുതിയ വലിയ തോതിലുള്ള സംയുക്ത ക്രയോപമ്പ് വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. റേഡിയേഷൻ പ്രതിരോധത്തിൻ്റെയും കാര്യക്ഷമമായ വാതക കൈകാര്യം ചെയ്യലിൻ്റെയും ആവശ്യകതകൾ നിറവേറ്റുന്നതിനായി രൂപകൽപ്പന ചെയ്തിരിക്കുന്ന ക്രയോപമ്പ് ഒരു നൂതന ഘടനാപരമായ കോൺഫിഗറേഷനെ അവതരിപ്പിക്കുകയും ഒരു പുതിയ നിർമ്മാണ സാങ്കേതികത ഉപയോഗിക്കുകയും ചെയ്യുന്നു. ഒരു അജൈവ ക്രയോപശ ഉപയോഗിച്ച് ക്രയോജനിക് പാനലുകളുമായി സജീവമാക്കിയ ചാർക്കോൾ ബന്ധിപ്പിക്കുന്നതിനുള്ള ഒരു പ്രക്രിയ ഗവേഷകർ വികസിപ്പിച്ചെടുത്തു. പൂർണ്ണ സ്കെയിലിൽ പ്രോട്ടോടൈപ്പിന് 1.2 മീറ്റർ വ്യാസമുണ്ട്. 0.58 മീറ്റർ വാൽവ് തുറക്കലും ഉൾപ്പെടുന്നു. 4 ടൺ ഭാരവുമുണ്ട്. ഫ്യൂഷൻ സിസ്റ്റങ്ങളിലെ അവശ്യ ഘടകങ്ങളായി അഡ്സോർപ്ഷൻ സാങ്കേതികവിദ്യയെ അടിസ്ഥാനമാക്കിയുള്ള ക്രയോപമ്പുകൾ വ്യാപകമായി അംഗീകരിക്കപ്പെട്ടിട്ടുണ്ട്. അവ വലിയ പമ്പിംഗ് വേഗത, വിശാലമായ താപനില സഹിഷ്ണുത, കഠിനമായ വൈദ്യുതകാന്തിക ന്യൂക്ലിയർ അവസ്ഥകളോടുള്ള ശക്തമായ പ്രതിരോധം എന്നിവ വാഗ്ദാനം ചെയ്യുന്നു. പ്ലാസ്മ സ്ഥിരത നിലനിർത്തുന്നതിനും സുസ്ഥിരമായ ഫ്യൂഷൻ പ്രതിപ്രവർത്തനങ്ങൾ പ്രാപ്തമാക്കുന്നതിനും കത്താത്ത ഇന്ധനവും ഹീലിയം ആഷും നീക്കം ചെയ്യുന്നതിന് ഈ കഴിവുകൾ നിർണായകമാണ്. പുതുതായി വികസിപ്പിച്ചെടുത്ത ക്രയോപമ്പ് ഡ്യൂറ്റീരിയത്തിന് സെക്കൻഡിൽ 110,000 ലിറ്ററും ഹീലിയത്തിന് സെക്കൻഡിൽ 40,000 ലിറ്ററും പമ്പിംഗ് വേഗത കൈവരിക്കുന്നു. ഇത് രണ്ട് വാതകങ്ങളുടെയും പുതുതായി വികസിപ്പിച്ചെടുത്ത ക്രയോപമ്പ് ഡ്യൂറ്റീരിയത്തിന് സെക്കൻഡിൽ 1,10,000 ലിറ്ററും ഹീലിയത്തിന് സെക്കൻഡിൽ 40,000 ലിറ്ററും പമ്പിംഗ് വേഗത കൈവരിക്കുന്നു. ഇത് രണ്ട് വാതകങ്ങളുടെയും വെവ്വേറെ അഡ്സോർപ്ഷനും സ്വതന്ത്രമായ പുനരുജ്ജീവനും പ്രാപ്തമാക്കുന്നു. ഫ്യൂഷൻ റിയാക്ടറുകൾക്ക് വളരെ കാര്യക്ഷമവും ഹ്രസ്വചക്ര ഇന്ധന സംസ്കരണ ലൂപ്പ് സൊല്യൂഷനും നൽകുന്ന ഒരു പ്രധാന കണ്ടുപിടുത്തമാണ് ഇത്. ഇന്ധനം നിലനിർത്തുന്നത് കുറയ്ക്കുന്നതിന് ഈ സംയുക്ത ക്രയോപമ്പ് ഒരു പ്രായോഗിക പരിഹാരം നൽകുന്നു. കൂടാതെ ഫ്യൂഷൻ റിയാക്ടറുകളിൽ ക്രയോപമ്പുകൾ വികസിപ്പിക്കുന്നതിന് ശക്തമായ ഒരു സാങ്കേതിക അടിത്തറയും ഇടുന്നു. എന്താണ് ക്രയോപമ്പ്? ക്രയോപമ്പ് ക്രയോജനിക് പമ്പ് എന്നും അറിയപ്പെടുന്നു. ഫ്യൂഷൻ പ്രതിപ്രവർത്തനത്തിനുള്ള ഒരു ക്രയോപമ്പ് വാതക തന്മാത്രകളെ പിടിച്ചെടുക്കുവാനും നിലനിർത്താനും വളരെ തണുത്ത പ്രതലങ്ങൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. ഇതിൽ പ്രധാനമായും കൂളൻ്റായി ഉപയോഗിക്കുന്നത് ഹീലിയമാണ്. അതുവഴി ഫ്യൂഷൻ ചേംബറിലെ മർദ്ദം കുറയുന്നു. ക്രയോ കണ്ടൻസേഷൻ, ക്രയോസോർപ്ഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ക്രയോപമ്പ് പ്രവർത്തിക്കുന്നത്. പിടിച്ചെടുക്കുന്ന വാതകം പിന്നീട് പുനരുപയോഗത്തിനോ നിർമ്മാർജ്ജനത്തിനു വേണ്ടിയോ ക്രയോപമ്പിൽ നിന്ന് നീക്കം ചെയ്യുന്നു. ക്രയോ കണ്ടൻസേഷനും ക്രയോസോർപ്ഷനും. ക്രയോ കണ്ടൻസേഷൻ: ക്രയോപമ്പിലേക്ക് പ്രവേശിക്കുന്ന വാതക തന്മാത്രകൾ തണുത്ത പ്രതലങ്ങളാൽ തണുപ്പിക്കപ്പെടുകയും ഖരം അല്ലെങ്കിൽ ദ്രാവക അവസ്ഥയിലേക്ക് ഘനീഭവിക്കുകയും ചെയ്യുന്നു. ഇത് അവയെ ശൂന്യതയിൽ നിന്ന് ഫലപ്രദമായി നീക്കം ചെയ്യുന്നു. ക്രയോസോർപ്ഷൻ: ചില വാതകങ്ങൾ തണുത്ത പ്രതലങ്ങളിലേക്ക് ആഗിരണം ചെയ്യപ്പെടാം, അതായത് ദ്രാവകമായോ ഖരമായോ ഘനീഭവിക്കാതെ പ്രതലത്തിൽ പിടിച്ചു നിർത്തപ്പെടുന്നു. ക്രയോപമ്പുകൾക്ക് സാധാരണയായി രണ്ടോ അതിലധികമോ ഘട്ടങ്ങളിലായി തണുപ്പിക്കാനുണ്ടാകും. ആന്തരിക ഘട്ടങ്ങൾ വളരെ താഴ്ന്ന താപനിലയിൽ എത്തുന്നു, അതായത് 20 കെൽവിൻ അല്ലെങ്കിൽ 10 കെൽവിൻ. തണുത്ത പ്രതലങ്ങൾ എപ്പോഴും ചെമ്പ് അല്ലെങ്കിൽ സ്റ്റെയിൻലെസ് സ്റ്റീൽ പോലുള്ള പ്രത്യേക വസ്തുക്കൾ കൊണ്ടാണ് നിർമ്മിച്ചിരിക്കുന്നത്. തണുത്ത പ്രതലങ്ങൾ ഒരു ക്ലോസ്ഡ് സൈക്കിൾ റെഫ്രിജറേറ്റർ ഉപയോഗിച്ച് തണുപ്പിക്കുന്നു. ഇത് ആവശ്യമായ കുറഞ്ഞ താപനിലയിൽ അവയെ നിലനിർത്തുന്നു. ക്രയോപമ്പ് സാധാരണയായി ഒരു വാക്വം സിസ്റ്റം വഴിയാണ് ഫ്യൂഷൻ ഉപകരണവുമായി ബന്ധിപ്പിച്ചിരിക്കുന്നത്. ഫ്യൂഷൻ റിയാക്ഷനും ക്രയോപമ്പ് പ്രവർത്തനവും. ഒരു ഫ്യൂഷൻ പ്രതിപ്രവർത്തനത്തിൽ പ്രതിപ്രവർത്തനം നടത്തുന്നതിനാവശ്യമായ ഉയർന്ന വാക്വം നിലനിർത്തുന്നതിൽ ക്രയോപമ്പ് നിർണായക പങ്ക് വഹിക്കുന്നു. ഫ്യൂഷൻ ചേംബറിൽ പ്ലാസ്മ ഉൽപ്പാദിപ്പിക്കപ്പെടുമ്പോൾ ഹീലിയം, ഹൈഡ്രജൻ ഐസോട്ടോപ്പുകൾ പോലുള്ള
വാതകങ്ങൾ ഉൾപ്പെടെ ഉപോൽപ്പന്നങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ക്രയോപമ്പ് ഈ ഉപോൽപ്പന്നങ്ങളെ പിടിച്ചെടുക്കുകയും പ്ലാസ്മയിൽ ഇടപെടുന്നത് തടയുകയും വാക്യം നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു. പുനരുജ്ജീവനം അഥവാ റീജനറേഷൻ. പിടിച്ചെടുത്ത വാതകങ്ങൾ ഇടയ്ക്കിടെ ക്രയോപമ്പിൽ നിന്ന് നീക്കം ചെയ്യേണ്ടതുണ്ട്. ക്രയോപമ്പ് ചൂടാക്കി പിടിച്ചെടുക്കുന്ന വാതകങ്ങൾ പുറത്തുവിടുന്ന റീജനറേഷൻ എന്ന പ്രക്രിയയിലൂടെയാണ് ഇത് ചെയ്യുന്നത്. പുറത്തുവിടുന്ന വാതകങ്ങൾ പിന്നീട് ഫ്യൂഷൻ ഉപകരണങ്ങളിലേക്ക് തിരികെ പുനരുപയോഗം ചെയ്യാം. ഉദാഹരണമായി ഹീലിയം ഭാഗമായി പുനരുപയോഗം ചെയ്യാം, അല്ലെങ്കിൽ നീക്കം ചെയ്യാം. Cryopump. Cryopump is also known as cryogenic pump. A cryopump is a type of vacuum pump that uses cold surfaces to trap and condense gases, effectively reducing pressure in a volume. These pumps achieve low pressure by condensing gases on a cold surface, with the effectiveness depend on the freezing and boiling points of the gas and the cryopump's temperature. They are particularly useful for application requiring high volume and where contamination from oil or other pump fluids is undesirable. How it's work? Cryopumps utilizes surfaces. How cryopumps works? Cryopumps utilize surfaces cooled to very low temperature, often using liquid nitrogen or helium to create a cold environment. As gases enter the cryopump, they encounter these cold surfaces and condense, solidifying or becoming liquid. The condensed gases are then trapped on a cold surfaces, effectively removing them from the system and creating a vacuum. Types of cryopumps. There are different types of cryopumps, including those using liquid helium or liquid nitrogen and those using mechanical refrigerator. Advantages. High vacuum. Cryopumps can achieve very low pressure, making them suitable for applications requiring high or ultra-high vacuum. Oil-free. Unlike many other vacuum pumps, cryopumps do not use oil, which can minimize contamination. Quiet operation. They generally operate with less noise than some other pumps types. Versatility. They can be used in various applications including space simulation chambers, tin film deposition, and semiconductor manufacturing. Applications. Space simulation, thin film deposition, semiconductor manufacturing, nuclear fusion research as a test reactor for nuclear fusion, particle accelerators in medical application. Example, SHI cryogenic group use cryopumps in MRI system. Limitations. Not for all gases. The effectiveness of cryopumps depends on the freezing and boiling points of the gas. They may not be efficient for gases like hydrogen or helium. Regeneration. Periodically, the trapped gases need to be removed from cryopump by warming up the surfaces, is known as regeneration.